ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? പെട്ടെന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. കുറേ ആലോചിച്ച് നമ്മളെപ്പോഴും ക്യാമറയുടെ പിന്നിൽ നിന്നിട്ടല്ലേ വീഡിയോസൊക്കെ വ്ളോഗ്സൊക്കെ ചെയ്യാറുള്ളത്. അപ്പം എന്തായാലും കുറച്ച് ഇൻഫർമേഷൻസ്, അതായത് കുറേ അധികം ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ചെയ്യണോ വേണ്ടായോ എന്ന് പലതവണ ഞാൻ ആലോചിച്ച് പിന്നെ ഫൈനലി എന്തായാലും ചെയ്തേക്കാമെന്ന് കരുതി. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എപ്പോഴും മെസ്സേജസ് ആയിട്ട് നിങ്ങളിലേക്ക്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വിടുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും കുറേ അധികം ആൾക്കാർ എന്നോട് ചോദിക്കുന്നതിനൊക്കെ ഞാനിങ്ങനെ വോയിസ് കൊടുത്തും മെസ്സേജ് കൊടുത്തും അവരുടെ ഒരു കുറേ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഒരു പരിധിയുണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴും നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറച്ചതിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. ഏകദേശം 4 മാസം കൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ഡയറ്റ്, വർക്കൗട്ട് ഒക്കെ ഫോളോ ചെയ്തിട്ട് ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഏകദേശം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 79 കിലോ ഉണ്ടായിരുന്ന ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ 66 കിലോയിൽ എത്തി നിൽക്കുകയാണ്. എനിക്കും ശരിക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഇത്രയും എൻ്റെ വെയിറ്റ് നല്ല രീതിയിൽ ഈ 4 മാസം കൊണ്ട് എനിക്ക് ഹെൽത്തി ആയിട്ട് കുറയ്ക്കാൻ പറ്റിയെന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ എതിരെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്നോട് പറയുന്നുണ്ട് നല്ല മാറ്റം ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഞാൻ ചെയ്തതിനൊരു ബെറ്റർ റിസൾട്ട് കിട്ടി തുടങ്ങിയല്ലോ എന്നുള്ളത്. ഞാൻ എപ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. മാസത്തിൽ 2 തവണ മാത്രമാണ് വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്. അത് ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോഴും ഞാനിത് റിക്വസ്റ്റ് വീഡിയോ എന്ന് പറയാൻ കാര്യം, കുറേ അധികം ആൾക്കാർ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി ഇങ്ങനെ മെസ്സേജ് വിടുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് കൂടെ ഉപകാരമാകുമായിരുന്നു എന്ന് ഉള്ള രീതിയിൽ. നിങ്ങൾ വീഡിയോയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അത്യാവശ്യം നല്ല, ഇപ്പോൾ പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് സ്ക്രീനിൽ കൂടെ നോക്കുമ്പോൾ കുറച്ച് ബൾക്കി ആയിട്ട് ഇങ്ങനെ തടിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ എനിക്കൊന്നും അത്ര ഇല്ലെന്ന് തോന്നുന്നു. അതൊരു ക്യാമറയിൽ പൊതുവെ ചില ആൾക്കാർ വരുമ്പോഴങ്ങനെ തോന്നുന്നതാണ്. പലപ്പോഴും എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് വീഡിയോ എടുക്കണം എന്ന് താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ചില ആംഗിളുകളൊക്കെ നോക്കുമ്പം എനിക്ക് ഭയങ്കര തടി തോന്നും. അപ്പം എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പൊതുവേ നമ്മളിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ളതാണ്. അത് ചില സമയത്ത് നല്ല രീതിയിൽ അങ്ങ് വർക്കാവും, ചില സമയത്ത് പോട്ടെ വിട്ടുകളാ, അത് നമ്മൾ അതിനെക്കുറിച്ച് വലുതായിട്ട് നമ്മൾ ചിന്തിക്കത്തില്ല. പക്ഷേ ചില സമയത്തൊക്കെ നമ്മളത് ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണ്. പിന്നെ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ മെൻ്റലി ഫിസിക്കലി നമ്മൾ അതിന് പ്രിപ്പയർ ആവണം. നമ്മൾ പ്രിപ്പയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യത്തിലൂടെ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. അതിങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ എടുക്കുക എന്നത് മാത്രമല്ല, നമുക്ക് കുറേ അധികം ആഗ്രഹങ്ങളുണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, നല്ല ഡ്രസ്സ് ഇടണം, കോൺഫിഡൻസോടുകൂടി തലയുയർത്തിപ്പിടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ പറയുന്നില്ല, ബോഡി ഷേമിംഗ് അല്ല ഞാനിവിടെ പറയുന്നത്. ഓരോ വ്യക്തികളുടെയും ഉള്ളിലുള്ള, അവർക്ക് ചില ആൾക്കാർക്ക്, നല്ല തടിയുള്ള ആൾക്കാർക്ക് ഒട്ടും കോൺഫിഡൻസിന് കുറവില്ല. അവർ കണ്ടിട്ടില്ല, അവരെല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവരുടെ തടിയെപ്പറ്റി യാതൊരു അതവരുടെ എന്താ പറയുന്നത്, അവർക്ക് അങ്ങനെ ഒരു ചിന്തയെ കാണത്തില്ല. എൻ്റെ തടി എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ചിന്തയെ അവർക്ക് കാണത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് ഇത്ര kg കുറയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് എത്തണം, അവിടെ നിന്ന് എനിക്കത് നിലനിർത്തി പോകണം എന്നുള്ളൊരു ചിന്ത വരുന്നത്. ഇതിനു മുന്നേ നുറുക്ക് വിദ്യയിലൂടെയൊക്കെ തടി കുറച്ചിട്ടുള്ള ആളാണ് ഞാൻ. എപ്പോഴും യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് തടി കുറയ്ക്കാം അതിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് പെട്ടെന്ന് 1 മാസം കൊണ്ട് ഞാൻ ഒരു 5 കിലോ ഒക്കെ കുറയ്ക്കും. അത് അങ്ങനെ കുറയ്ക്കുന്ന 5 കിലോ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പാടെ അത് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും. എന്നിട്ട് നമ്മൾ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പലരോടും പറയും, ഞാൻ മുന്നേ 5 കിലോ കുറച്ചായിരുന്നു, ഞാൻ മുന്നേ 10 കിലോ കുറച്ചായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ മാത്രം റിപ്പീറ്റ് അടിക്കുക. നമുക്ക്, അതായത് നമ്മൾ നിൽക്കുന്ന കാര്യങ്ങളല്ല, കഴിഞ്ഞ കാര്യങ്ങൾ. ഇപ്പം നമ്മളെ എങ്ങനെയെന്നുള്ളതിന് മാത്രമാണ് പ്രശസ്തി. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്, അതിന് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അതിന് മാത്രമാണ് പ്രശസ്തി. അല്ലാതെ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, പണ്ട് ഞാൻ വലിയ സംഭവമായിരുന്നു, അല്ലെങ്കിൽ പണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്തൊന്നും ഒരു പ്രശസ്തിയില്ല. ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അതൊക്കെ നമുക്ക് ഒരാളിലോട്ട് നമ്മൾ എന്തായിരുന്നു എന്ന് അവരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ത്വരയാണ്. അപ്പോൾ നമ്മുടെ മൈനസ്, നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ കണ്ടീഷനെ നമ്മൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. പക്ഷെ അവർ, നമ്മുടെ എതിരെ നിൽക്കുന്ന ആളായാലും നമ്മളെ കേൾക്കുന്നവരായാലും, നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അവർ കാണുമോ, പണ്ടത്തെ കാര്യം പറഞ്ഞിട്ട് എന്തോ കാര്യം, നമ്മളിപ്പോഴെങ്ങനെയാണ് അല്ലെങ്കിൽ നാളെ നമ്മളെങ്ങനെയായിരിക്കും, അതിന് തന്നെയാണ് പ്രശസ്തി.
കഴിഞ്ഞത് കഴിഞ്ഞ്, പണ്ടുള്ളവർ പറയത്തില്ലേ കഴിഞ്ഞത് കഴിഞ്ഞ്, അത് വിട്ടേരെ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ നേരത്തെ ചെയ്തു വെച്ച കുറേ വെയിറ്റ് ലോസിനെ പറ്റിയുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്, അതൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ആൾക്കാരിലേക്ക് തെറ്റായ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ ഞാനും കൂടെ ഒരു ഭാഗമായല്ലോ എന്നുള്ള ഒരു മൈൻഡിൽ ഇപ്പം എനിക്കത് ഇങ്ങനെ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നു, വേണ്ടിയിരുന്നില്ല, ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോട്ട് ഇപ്പം എനിക്കുണ്ട്. ഞാൻ ഈ വീഡിയോ ഇത്രയും വൈകിച്ചതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എൻ്റെ എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിന് നല്ല വശങ്ങൾ മാത്രം എടുക്കാനേ പറ്റത്തുള്ളൂ. അവരെ കൊണ്ടത് സാധിക്കുമോ ഒന്നും അറിയത്തില്ല. നമുക്കൊന്ന് ഇൻസ്പയർ ആവുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ നമ്മളെ കൊണ്ട് പാസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് വരാം. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരിമാർ, അതായത് എൻ്റെ ചെറിയ മക്കളെ ഒന്നും ചെറിയ കുട്ടികളെ ഒന്നും ഞാൻ ഇതിലോട്ട് വലിച്ചഴിക്കുന്നില്ല. എൻ്റെ ഏജിലുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ കുറച്ചും കൂടെ ഏജുള്ള ആൾക്കാർ, അവർക്ക് ചിലപ്പം അവരുടെ ഒരു 10 കിലോ കുറയ്ക്കണം, 15 കിലോ കുറയ്ക്കണം, പോട്ടെ 20 കിലോ കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു 2 കിലോ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ മൈൻഡിലിട്ട് റിമൈൻഡ് ചെയ്യുക. കണ്ടിന്യൂ ആയിട്ട് റിമൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷനിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. ഫസ്റ്റ് പോയിന്റ്, ആദ്യമേ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒന്നോർത്ത് അതൊക്കെ നല്ലതാണ്, നമുക്ക് വേണ്ടതും നമ്മൾ ശരീരത്തിലോട്ട് എടുക്കേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിൻ്റെ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഒരു മാസം കൊണ്ട് 30 കിലോ കുറയ്ക്കാം, 2 മാസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസ കൊണ്ട് കൊടുക്കും. നമ്മളെ ഒരാൾ നിയന്ത്രിച്ചിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കും, ഇത്ര കാലറി, ഇന്നത്. ഇതിൻ്റെ ഒന്നും ബേസിക് അറിയാതാണ് നമ്മളിതെല്ലാം ചെയ്തു പോകുന്നത്. നമ്മുടെ മൈൻഡിലുള്ള ഒരേ ഒരു കാര്യം, എനിക്ക് 10 കിലോ കുറയ്ക്കുക, അതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മൈൻഡിൽ. ആ 10 കിലോ ഏത് വഴിയിലൂടെയും എങ്ങനെ നമ്മൾ കുറയ്ക്കും, ആ 2 മാസത്തെ ആ ഒരു കാലയളവ് കഴിയുമ്പോൾ നമ്മളത് അവിടെ നിർത്തും. മനസ്സിലായോ? ഞാൻ എപ്പോഴും നിങ്ങളോട് ഏതൊരു വീഡിയോയിലായാലും വ്ളോഗ്സിലായാലും അല്ലാതായാലും ഞാൻ പറയുന്നത്, നമുക്ക് എവിടെയും ഓടി എത്തിപ്പെടാനായിട്ട് പറ്റും. നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങൾ വീണ്ടും അവിടെ നിൽക്കുക, സ്ഥിരമായിട്ട് നിൽക്കുക എന്നുള്ളതും, എന്ത് പ്രതിസന്ധി വന്നാലും അതങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതിനിപ്പം ഫാമിലി ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്ന ഏത് മേഖലയിലാണെങ്കിലും നമ്മളവിടെ ഇരുന്ന് പോവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതിന് നമുക്ക് നല്ല മെൻ്റലി നമ്മൾ സ്ട്രോങ് ആവണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ വഴികളിലൂടെ കടന്നു പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോഴേ അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 30 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള സ്ത്രീകൾ അവരുടെ ഹെൽത്ത് നല്ല രീതിയിൽ നോക്കണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. പണ്ടത്തെ അല്ല, ഒരു 90 കാലഘട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇത്ര ഓട്ടമില്ലായിരുന്നു, അവർ ലൈഫൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ എന്തിൻ്റെയൊക്കെയോ പുറകിൽ കിടന്ന് ഓടുക, നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ ഭർത്താവാണെങ്കിലും നമ്മളുടെ ഫാമിലി ആണെങ്കിലും അവരോടൊപ്പം നമ്മൾ ഓടുക. അപ്പോൾ ഓടി നമ്മൾ ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയിലെത്തും. ഒരു 40 വയസ്സ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് രോഗങ്ങളുടെ പിടിയിലാവും നമ്മൾ. അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ തള്ളി, എന്തായാലും അസുഖം ഉണ്ടാവും. അതിനിപ്പം ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് 50 വയസ്സിലുണ്ടാവേണ്ട അസുഖങ്ങൾ 40 വയസ്സിലുണ്ടാവും. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ, ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുള്ള 10th, +1, +2, അതായത് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർ കുറേയധികം ടാബ്ലറ്റുകൾ ഡെയിലി കഴിക്കുന്നുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മെൻ്റലി ഫിസിക്കലി ഒന്നും അവരൊട്ടും സ്റ്റേബിൾ അല്ല. അവർ ഇത്ര ചെറിയ ഏജിൽ, ഈ 45 വയസ്സെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ കാലയളവാണ്. മക്കളുടെ വളർച്ചയൊക്കെ കണ്ട് സന്തോഷിക്കേണ്ട ഒരു ചെറിയ കാലയളവിൽ ഒരുപാട് രോഗങ്ങൾക്ക് അടിമയാണ് അവർ. ചോദിക്കുമ്പോൾ പറയുന്നത് ജീവിതം ഇല്ലയോ? ഈ ഒറ്റ ആൻസറാണ്, ജീവിതം ഇല്ലയോ? കുറേ തിരക്കുകളാണ്, കുറേ അധികം കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോഴും ഒരു
സ്ഥിരമായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ടോട്ടലി ചേഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾക്ക് എപ്പം നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നു അപ്പം നിങ്ങൾ ഒരു ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ ശരീരത്തിന് നമുക്ക് എന്താ പറയുന്നത്, പുറമേ ഉള്ള കാര്യങ്ങൾ, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ അറിയത്തില്ല. നമ്മൾക്ക് എന്തെല്ലാം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളുടെ ബ്ലഡ് ടെസ്റ്റുകൾ 3 മന്ത് കൂടുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുള്ളവരാണോ? അല്ല. എല്ലാവരും തള്ളി വെക്കും. അവനവൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ തള്ളി മുന്നോട്ട് വെക്കുന്ന വ്യക്തികൾ, ഈ ഞാനുൾപ്പെടെ ഉള്ളവർ മുന്നോട്ട് വെക്കും. പിന്നെ ആവട്ടെ, ചുറ്റും നിൽക്കുന്നവരെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. ഭർത്താവായാലും ഉമ്മയായാലും ബാക്കിയുള്ളവരായാലും എപ്പോഴും പ്രയോറിറ്റി നമ്മളുടെ ഫാമിലിക്കാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് സമയം നമുക്കും കൂടെ വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 80% പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാനായിട്ട് പറ്റും. വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മളുടെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം കറക്റ്റായിട്ട് നോക്കുക. നമ്മളുടെ വെയിറ്റ് എന്തെങ്കിലും ഇംബാലൻസ്, അതായത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഹോർമോൺ ഡെഫിഷ്യൻസി നമുക്കുണ്ടാവാറുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ഇംബാലൻസ് കൊണ്ടാണ് നമ്മളുടെ വെയിറ്റിൻ്റെ പ്രശ്നങ്ങൾ. എനിക്കിതിനിടയ്ക്ക് കോൾ വന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഹോർമോണിൻ്റെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് സ്വയം നമുക്ക് ഒരിക്കലും ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, പിന്നെ എന്താ പറയുന്നത് യൂറിക് ആസിഡ്, അതേപോലെ തന്നെ കൊളസ്ട്രോള്, പ്രഷർ, തൈറോയ്ഡ്, പിന്നെ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, നമ്മുടെ ശരീരത്തെ എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. നിങ്ങൾ എല്ലാം, അതായത് ബ്ലഡ് കറക്റ്റായിട്ട് കൾച്ചർ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ഡോക്ടറെ കാണിക്കുക. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഡിസീസ്, ഒരു കണ്ടീഷൻ നമുക്ക് ഹോർമോണിൻ്റേതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ആ ഡോക്ടറുടെ ഒപ്പീനിയൻ നോക്കുക. എൻ്റെ വെയിറ്റ് എനിക്ക് ഇത്ര കൂടുതലാണോ, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ എനിക്ക് എൻ്റെ ബോഡി നല്ല രീതിയിൽ നിൽക്കും എന്നുള്ളത് ആദ്യം ഒരു ഡോക്ടറുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടായാലും, അതായത് എക്സർസൈസ് ചെയ്യുന്നതായാലും ജിമ്മിൽ പോകുന്നതായാലും എന്തും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫസ്റ്റിലെ എനിക്ക് തരാനുള്ള ഒരു ഉപദേശം അതാണ് കേട്ടോ. എവിടെയും ചുറ്റുപാടുള്ള ഒന്നും കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് അവനവൻ്റെ ശരീരം കൊണ്ട് നശിപ്പിക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. എൻ്റെ ശരീരത്തിന് കണ്ടീഷൻ ആയിരിക്കത്തില്ല എൻ്റെ എതിരെ നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിന് കണ്ടീഷൻ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പാസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള വെയിറ്റ് ലോസ് കൊണ്ട് ഇന്നതുപോലെ ചില ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ തടി കുറയും. അങ്ങനെ ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു വെയിറ്റ് ലോസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുമോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നെ കേൾക്കുന്ന, അതായത് വെയിറ്റ് ലോസ് 100% വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ മുന്നിൽ ഉള്ളവരെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഷുഗർ കട്ടാണ്. അതായത് പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പഞ്ചസാര ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അടുത്തത് വരുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. മധുരം ഇല്ലാതെ പറ്റില്ല, പക്ഷേ റീപ്ലേസ്മെൻറ്റ്, അതിന് പകരമായിട്ട് എന്തവിടെ റീപ്ലേസ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കും. നമ്മളൊക്കെ സാധാരണ ആൾക്കാരാണ് കേട്ടോ. ഇതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരു വശത്തിലോട്ടും പോയി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പം സാധാ ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ മൈൻഡിലും പെട്ടെന്ന് വരുന്നത് പഞ്ചസാര വേണ്ട, അപ്പോൾ അതിന് പകരം മധുരത്തിന് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പം വരുന്നത് ശർക്കര, ജാഗിരി, അതേപോലെ തന്നെ തേന്, ഹണി, ഇതാണ് നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് വരുന്നത്. ഒരു ചായ ഇടുമ്പം ശർക്കര വെച്ചിട്ട് ചായ കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ശർക്കര ചേർത്ത് ചായ കുടിക്കുന്ന, തേനൊഴിച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്, മധുരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു തലം കൂടെ ഉണ്ട് ഇതിനകത്ത്. നമ്മളതിന് തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തെ നമ്മൾ ഉപേക്ഷിക്കുക. ഷുഗർ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര മാത്രം ഒഴിവാക്കുക എന്നുള്ളതല്ല, മധുരം, നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന മധുരത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20-25 ദിവസം കൊണ്ട് നിങ്ങൾ ഷുഗർ കട്ട് ഇല്ലാത്ത ഒരു ലൈഫാണ് നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. കാരണം എനിക്ക് സ്ഥിരമായിട്ട് എൻ്റെ ഫേസിൽ കുരുവും പറയുന്നത്, എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഈ സൈഡിൽ കുറേ കുരു കാണും, അല്ലെങ്കിൽ ഈ സൈഡിൽ കുറേ കുരു കാണും. ഈ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അതിന് ഓരോരോ പ്രോഡക്റ്റുകൾ വാരി തേക്കുമ്പോൾ മാത്രം ഒരു മാറ്റം വരും. വീണ്ടും അതിൻ്റെ പാട് അവിടെ കാണും, വീണ്ടും ഇങ്ങനെ കുരുപ്പ് കണ്ണിൻ്റെ താഴെ അടിയിലും ഒക്കെ. അപ്പോഴാണ് വളരെ യാദൃച്ഛമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു,
ഒരു പക്ഷേ ഷുഗറിൻ്റെ ഉപയോഗം കൊണ്ടായിരിക്കും അത് തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കി നോക്കുമെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കി നോക്കാൻ പറഞ്ഞു. ഡയറ്റ് ചെയ്യുന്നത് എത്രത്തോളം നമുക്ക് എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പഞ്ചസാര, ശർക്കര, തേന് ഇത് മൂന്നും, അതായത് ഒരു മധുരവും ഇല്ല. മധുരം ഒഴിവാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഒരു ചായക്കകത്തോ ഒരു പാലിനകത്തോ ഒക്കെ നമ്മൾ മധുരം ഒഴിവാക്കുന്നതായിരിക്കും ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത്. നമ്മൾ പഞ്ചസാര ഒഴിവാക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയില്ല. മധുരമുള്ള ഒരു സാധനങ്ങളും നമുക്ക് കഴിക്കണമെന്ന് തോന്നത്തില്ല. നമ്മൾ കേക്ക് കാണുമ്പം അയ്യോ അതിനകത്ത് മധുരമുള്ള കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള കോഫി അല്ലെങ്കിൽ വേറെ കുറേ ഐറ്റങ്ങളുണ്ടല്ലോ മധുരമുള്ളത്. ബേക്കറി ഐറ്റങ്ങൾ, ഒരുപാട് ബേക്കറി ഐറ്റങ്ങൾ നമ്മുടെ ചുറ്റും കിടന്ന് ഇങ്ങനെ കളിക്കും. നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുന്ന ഷുഗർ കട്ടാണ്, നമ്മളൊരു 20 ഡേയ്സെങ്കിലും നമ്മളത് ഫോളോ ചെയ്യണം, വെയിറ്റ് കുറയേണ്ടതാണ്. നിങ്ങൾ എങ്ങനെ പോയാലും പഞ്ചസാരയുടെ ഉപയോഗം നിർത്തി ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ യൂസ്ഡ് ആവും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെടും എന്നുള്ളതാണ്. ഞാൻ ഈ പഞ്ചസാര നിർത്തുന്നതിൻ്റെ, ഷുഗർ കട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഇക്കായ്ക്ക് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു. കാരണം കുറേ കാലമായിട്ട് ഇക്ക മധുരം യൂസ് ചെയ്യത്തില്ല. ഇക്കായ്ക്ക് ഷുഗർ പേഷ്യൻ്റാണ്. പക്ഷേ എങ്കിൽ ഇക്ക അങ്ങനെ നന്നായിട്ട് ഷുഗറുള്ള വ്യക്തിയൊന്നുമല്ല. വളരെ 180, 160 ബാലൻസ് ചെയ്ത് പോകുന്ന ആളാണ്. അപ്പോൾ പുള്ളിയാണെങ്കിൽ ഒരുവിധപ്പെട്ട ഒരു മധുരങ്ങളും അങ്ങനെ കഴിക്കത്തില്ല. ഫ്രൂട്ട്സിൽ നിന്നുള്ള മധുരം മാത്രം കഴിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇക്കാടി വെച്ച്, ഇക്ക ഇന്ന് മുതൽ ഞാൻ മധുരമില്ലാത്ത ചായ കുടിക്കട്ടെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് കുടിച്ച് നോക്കി, 2 ദിവസം കൊണ്ട് തന്നെ നിനക്കത് യൂസ്ഡ് ആകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്ന് മുതൽ ഞാൻ ചായക്കകത്ത് മധുരം ഇടാതെ കുടിക്കാൻ തുടങ്ങി. പിന്നെ ചായ കുടിക്കുമ്പോൾ മധുരം എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. ഈ ചായ മധുരം ഉണ്ടെങ്കിലേ രുചിയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആവശ്യം ചായ കുടിക്കുക എന്നുള്ളതിലേക്ക് മാത്രമാക്കി ഞാൻ എത്തിച്ച്. മനസ്സിലായോ? അതുപോലെ എൻ്റെ മക്കളൊന്നും ഇവിടെ മിട്ടു ഇമ്മുമൊക്കെ ചോക്ലേറ്റ് കഴിക്കുന്നതല്ലാതെ പുറത്തുനിന്നുള്ള ബേക്കറി പലഹാരങ്ങൾ അതൊന്നും അങ്ങനെ വലുതായിട്ട് കഴിക്കുന്ന മക്കളല്ല. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അലുവ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കൊണ്ടുവരുന്നത്, എണ്ണ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാനത് കഴിക്കാത്തത് കൊണ്ട് അത് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വേസ്റ്റ് ആവുമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്ന് ഞാൻ കഴിക്കും. നമ്മൾക്ക് ഡിസ്റ്റർബ് ഉണ്ടാവുന്ന ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ഡിസ്റ്റർബ് ഉണ്ടാവുന്ന, അതായത് നമ്മളെ അങ്ങോട്ട് മൈൻഡ് ഇതാക്കുന്ന ഇതിൽ നിന്ന്, പ്രോപ്പർട്ടീസ് അതായത് തിങ്സിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഡയറ്റുകളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയും ഒറ്റ തവണയില്ലേ. ഞാനിവിടെ ചായ ഇടുന്ന ടൈമിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇച്ചിരി മധുരം ഈ ഒരു നേരത്തേക്കല്ലയോ, ഇച്ചിരി ഒന്ന് ഇട്ട് കുടിച്ചോ, ഒരു നേരം വെച്ച് കുടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലയളവിലോട്ട് മാത്രമല്ല നമ്മളിത് ചെയ്യുന്നത്, ഇത് നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകാനായിട്ട് നോക്കുക. പഞ്ചസാരയുടെ ഉപയോഗം നിർത്തിയതുകൊണ്ട് എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തോന്നി. കാരണം വെച്ചാൽ എൻ്റെ ഫേസിൽ ഞാൻ ഒരു സംഭവം ഇട്ടിട്ടില്ല, ഒരിത്തിരി ഒന്ന് വീഡിയോ ചെയ്യുന്നില്ല വെച്ച് ശകലം ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഫേസ് അത്ര പക്കായിട്ട് ക്ലിയർ ആയി എന്നുള്ളതാണ്. ഒരു മുഖക്കുരുവില്ല, കുരുപ്പില്ല, ആവശ്യമില്ലാത്ത ഒരു സംഭവമില്ല. ഞാൻ സ്കിൻ ഡോക്ടറെ അടുത്ത് വരെ പോയത് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ. കാരണം ഫേസ് ഫുള്ള് കുഞ്ഞു കുരുപ്പുകൾ, പഞ്ചസാര വാരിയിട്ടതുപോലുള്ള കുരുപ്പുകളും പാടുകളും ഒക്കെ. അത് തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രം അത് മാറും, പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് ഫസ്റ്റിലേ ഞാൻ അതിൽ നിന്ന് ശരിക്കും എൻ്റെ ബോഡി കുറച്ച് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ബോഡിക്ക്. ഈ ഫേസിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിലുകൾ, നമ്മുടെ സ്കിന്ന് ഇറിറ്റേഷൻസ്, എല്ലാ സംഭവങ്ങളും നമ്മുടെ മാറിക്കിട്ടും. പിന്നെ ഷുഗർ ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ആവാൻ പറ്റും. ചിലപ്പോൾ പറയത്തില്ല ബോർഡർ ലൈനില്ല, ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ടു നോർമൽ ആവാൻ വേഗം പറ്റും. പിന്നെ വെയിറ്റ് ലോസിന് നമ്മുടെ വെയിറ്റ് നന്നായിട്ട് കുറയുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും. രണ്ടാമത്തെ സംഭവം ഞാൻ പറഞ്ഞത്, ഷുഗർ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക, ഫ്രൈഡ് ഐറ്റങ്ങൾ, പുറത്തുനിന്ന് പോയി കഴിക്കുന്ന ഈ ബ്രോസ്റ്റഡ്, അതേപോലെ തന്നെ ഷവർമ, അതൊന്നും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള എല്ലാ ഫ്രൈഡ് ഐറ്റങ്ങൾ, വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന, അതായത് എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കുന്ന എല്ലാ സാധനങ്ങളും, ഒരു ഫിഷ് ഫ്രൈ ആയാലും ചോറിൻ്റെ സൈഡിൽ ഒരു ഫിഷ് ഫ്രൈ അല്ലേ ഒത്തിരി കഴിച്ചോട്ടെന്ന് ചുറ്റും നിൽക്കുന്നവരൊക്കെ തള്ളിത്തരും. പക്ഷെ നിങ്ങൾ കേൾക്കരുത് കേട്ടോ. നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണം. നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ പറയുന്ന ഒന്നും തൽക്കാലത്തേക്ക് നമ്മൾ മൈൻഡ് ആക്കണം, നമ്മളൊന്ന് സെറ്റ് ആവുന്നിടം വരെ. അപ്പോൾ ഒരു ഫിഷ് ഫ്രൈ ഞങ്ങൾക്ക് കഴിക്കണമെങ്കിലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ചെയ്യേണ്ടത് എന്തോ, എയർ ഫ്രൈഡിലോട്ട് വെക്കുക, നിങ്ങളത് കുക്ക് ചെയ്യുക, കഴിക്കുക. അല്ലെങ്കിൽ ഓയിലില്ലാതെ തവയ്ക്കകത്തോട്ട് വെച്ച് തവ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുക. ഒരു ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. ഞാനിപ്പോൾ ഏകദേശം കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ്, ഹെൽത്തി ആയിട്ടാണ്.
ലോ കാർബ്സ് ഹൈ പ്രോട്ടീൻ ആ ഒരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരു വശത്തിലോട്ടും പോകുന്നില്ല. സാധാരണയായി വീട്ടമ്മമാർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോ കാർബ്സ് എന്ന് പറയുമ്പം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റങ്ങൾ വളരെ ലോ ആക്കുക. പക്ഷേ അത് നമ്മുടെ ശരീരത്തിൽ വേണം. കാർബ്സ് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോഴും റൈസ് കഴിക്കാം, പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി, പുട്ട് എല്ലാം നമുക്ക് കഴിക്കാം. ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ക്വാണ്ടിറ്റി കുറയ്ക്കുക. 6 ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരുന്ന ആൾ ആദ്യം അത് 4 ആക്കുക, പിന്നെ അത് 2 ആക്കുക, പിന്നെ അത് 1 ആക്കുക. ഒരു ഇഡ്ഡലി, ഒരു ശകലം സാമ്പാർ, അല്ലെന്നുണ്ടെങ്കിൽ ചട്നി, 2 ബുൾസൈ, അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത്, അല്ലെങ്കിൽ 2 മുട്ട പുഴുങ്ങിയത് നിങ്ങൾ കഴിച്ചോ, പ്രോട്ടീനും ആവുമല്ലോ. മനസ്സിലായല്ലോ? അത്രയും പോരെ നമ്മളുടെ വയറൊന്ന് ഫില്ലാവുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ കറികളും കൂട്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം, ചോറ് കഴിക്കണം. കാർബ്സ് നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? രാവിലെ നിങ്ങൾ കാർബ്സ് അടങ്ങിയ എന്തെങ്കിലും സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് നിങ്ങളത് സ്കിപ്പ് ചെയ്യണം. നിങ്ങൾ സ്കിപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. രാത്രിയിൽ നിങ്ങൾ കഴിക്കരുത്. ഒരു നേരം ആക്കുക. നമ്മുടെ ശരീരത്തിൽ വേണ്ട സംഭവം ഒരു നേരം നമ്മൾ ആക്കുക. ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് 3ാമത്തെ സംഭവം. മനസ്സിലായോ? അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിന്നർ ഹെവി ആക്കാതിരിക്കുക. 6:30, 7 o'clock ഡിന്നർ ക്ലോസ് ചെയ്യുക. അതായത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയിപ്പോകും. ഞാൻ പറയുന്ന ഷുഗർ കട്ട് കഴിഞ്ഞാൽ 3ാമത്തെ സംഭവം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് കൊണ്ട് ആരോഗ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ആരോഗ്യപരമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫാസ്റ്റിംഗ് നിർബന്ധമാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4-5 വർഷം ആവുന്നതേ ഉള്ളൂ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട്. ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് പിന്നെ പലരും പറഞ്ഞത് മനസ്സിലാക്കി, കുറേയൊക്കെ വായിച്ച്, കുറേയൊക്കെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. അതിനകത്ത് പല വിൻഡോസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വിൻഡോ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഈറ്റ് ചെയ്യുന്നതിന് ഒരു ടൈം, ഫാസ്റ്റ് ചെയ്യുന്നതിന് ഒരു ടൈം. അതാണ് ശരിക്കും പറഞ്ഞ ഒരു വിൻഡോ, ഒരു സർക്കിൾ പോലെയാണ് വരുന്നത്. ഞാനാണെങ്കിൽ 16 മണിക്കൂർ ഫാസ്റ്റിങ്ങും 8 മണിക്കൂർ ഈറ്റിങ്ങും ഉള്ള ഒരു വിൻഡോ ആണ് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത്. കാരണം എൻ്റെ ഒരു ഷെഡ്യൂൾ, ഇവിടുത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് എനിക്ക് അതേ പറ്റത്തുള്ളൂ. അപ്പം ഓരോ വ്യക്തികൾക്കും അവരുടെ ഷെഡ്യൂളിനനുസരിച്ച് ഈ വിൻഡോസ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. 3ാമത് നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മസ്റ്റായിട്ടും ചെയ്യുക. ലൈഫ് ലോങ് നിങ്ങളത് കൊണ്ടുപോവുക. അതായത് 6:30, ചിലപ്പോൾ 7 o'clock ഇതിനുള്ളിൽ നിങ്ങളുടെ ഡിന്നർ നിങ്ങൾ ക്ലോസ് ചെയ്യുക. വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്മൂത്തി നട്ട്സൊക്കെ വെച്ചിട്ട് ഒരു സ്മൂത്തി പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല സാധനമാണ്. ശരീരത്തിനോട്ട് വേണ്ട എല്ലാ സംഭവങ്ങളും അതിൽ നിന്ന് കിട്ടും. അപ്പം നിങ്ങളൊരു സ്മൂത്തി ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 10:30 ഒക്കെ ആകുമ്പോഴായിരിക്കും മിക്ക ആൾക്കാരുടെ ബെഡ് ടൈം, അല്ലെങ്കിൽ ഒരു 12 o'clock ഒക്കെ ആവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് പല ടൈമാണ്. പക്ഷേ ഞാൻ മാക്സിമം നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോഴേ നിങ്ങൾ ചിന്തിക്കും, ആ ഒരു 12 മണി ആകുമ്പോഴത്തേക്ക് വിശക്കത്തില്ലേ, എന്തോ ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് വരും. അത് സ്വാഭാവികമായിട്ട് എനിക്കും വരും. ആദ്യമൊക്കെ ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങൾ ശരിക്കും വെള്ളം ബോട്ടിലിൽ ഫില്ല് ചെയ്ത് വെക്കുക നിങ്ങൾ ഇരിക്കുന്നിടത്ത്. അതിനുശേഷം നമ്മളുടെ ആ ചിന്ത വരുന്നതിന് മുമ്പേ നമ്മൾ വെള്ളം കുടിക്കുക. നമ്മളുടെ വയറൊന്ന് ഫില്ലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ ഓടിപ്പോയി കിച്ചണിൽ പോയിട്ട് ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുകയോ ഈ ചെയ്തു വന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? ഇതൊരു മെത്തേഡാണ്. ഇതിങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുക ഇങ്ങനെ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ പറയില്ല, എന്ത് നമുക്ക് കഴിക്കാം. നിങ്ങൾ ആഴ്ച ഒരിക്കൽ മസ്റ്റായിട്ട് ചീറ്റ് ഡേ എടുക്കുക. കാരണം എന്താണെന്നറിയാമോ? നമ്മളുടെ ബോഡി പലതും ആഗ്രഹിക്കും. എനിക്ക് ആ ഫുഡ് കഴിക്കണം, എനിക്ക് ഈ ഫുഡ് കഴിക്കണം എന്നൊക്കെ നമ്മുടെ ബോഡി ആഗ്രഹിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളത് കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വെയിറ്റ് സ്റ്റക്കാവും. പിന്നെ നമ്മൾ എന്തെല്ലാം നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല നമ്മുടെ ബോഡിയിൽ. നമ്മളുടെ മനസ്സ് നമ്മളുടെ കൺട്രോളിലല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. വാരി വലിച്ച് കഴിക്കരുത്. ബ്രോസ്റ്റഡ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കഷ്ണം ബ്രോസ്റ്റഡ് കഴിക്കുക. ഇത് മതി എന്ന് നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ ബിരിയാണി കഴിക്കണോ? ആഴ്ചയിൽ വീക്കെൻഡിൽ നിങ്ങൾ ബിരിയാണി കഴിച്ചോ. ഇവിടെ എല്ലാ ഫ്രൈഡേയും ബിരിയാണിയാണ്. ഉണ്ടാക്കുന്ന ബിരിയാണി ഞാനും കഴിക്കാറുണ്ട്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? പോർഷൻ കൺട്രോൾ ചെയ്യുക. കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുക. കൂടുതൽ ലീഫ്, അതായത് പച്ചക്കറികൾ കൂടുതൽ അതിനകത്ത് ഇലവർഗ്ഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. ഏറ്റവും നല്ലതാണ് പാലക്ക്, അതുപോലെ പനീർ. ഇതൊക്കെ ഉണ്ടാക്കുക നിങ്ങൾ. മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ഫുഡിനോടൊപ്പം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, വേണ്ട. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ പോർഷൻ കൺട്രോൾ ചെയ്യും.
ഷുഗറും കട്ട് ചെയ്ത് പോർഷനും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെയിറ്റ് താഴോട്ട് പോകുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. ധാരാളം വെള്ളം കുടിക്കുക, അതേപോലെ ജീരകം ഇട്ട വെള്ളം, ഉലുവ ഇട്ട വെള്ളം. ഒരു വെള്ളം മാത്രം കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമ്മുടെ തടി കുറയാനായിട്ട് പോകുന്നില്ല. കറക്റ്റായിട്ട് ബോഡിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ പട്ടിണി കിടക്കുന്നു, പക്ഷേ എൻ്റെ തടി കുറയുന്നില്ല. പട്ടിണി കിടന്നാൽ ചത്തു പോകത്തേ ഉള്ളൂ, അല്ലാതെ തടി കുറയത്തൊന്നുമില്ല കേട്ടോ. ഒരിക്കലും തടി കുറയത്തില്ല. പക്ഷേ പോർഷൻ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശരീരത്തിന് വേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവാനുള്ള ഒരു ടൈം ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 7 o'clock ശേഷം നമ്മളുടെ ശരീരത്തിലോട്ട് ഒന്നും കടത്തി വിടരുത്, ഫുഡ് ഐറ്റങ്ങൾ കടത്തി വിടരുത് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, എല്ലാ അസുഖത്തിൻ്റെയും മൂലകാരണം നമ്മുടെ വയറിൽ നിന്നാണ് രാത്രി കാലങ്ങളിൽ ഓരോ നമ്മൾ കുത്തിക്കയറ്റുന്ന ഫുഡ് മൊത്തം കൊണ്ട് അങ്ങോട്ട് ഡംപ് ചെയ്ത് കൊടുക്കുക. എവിടെ എന്ത് ബാലൻസ് ഇരുന്നാലും, മക്കൾ കഴിച്ചിരുന്നാലും, കെട്ടിയവൻ കഴിച്ചിരുന്നാലും, ഇനിയിപ്പോൾ ആര് കടിച്ചിട്ട് വെച്ചാലും വേസ്റ്റ് ബക്കറ്റിലോട്ട് കളയണ്ട, ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് കഴിക്കും. കളയണ്ട, ഞാനങ്ങ് തിന്നും. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് എത്രയോ തവണ പറഞ്ഞേക്കുന്നതാണെന്നറിയോ, അത് കളയണ്ട, വേസ്റ്റ് കളയണ്ട. ഈ വേസ്റ്റ് കളയാനും വേണ്ടിയിട്ട് എന്തിനാ മക്കളുടെ പ്ലേറ്റിനകത്തോട്ട് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്നത്? അവർക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന മക്കളെ എത്ര അവർ കഴിക്കും എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമ്മളെ അമ്മമാർക്കാണ്. അപ്പോൾ ചെയ്യേണ്ടി എന്തുവാ, ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലല്ലേ ഇരിക്കുന്നത്, അവരെടുത്ത് കഴിച്ചോളും. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആയാലും, ഇവിടെ കുട്ടുവാണെങ്കിലും, ഇപ്പം കുട്ടുമൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ചോറൊക്കെ വളരെ കുറച്ചാണ് കഴിക്കുന്നത്, ബാക്കി എല്ലാം കഴിക്കുമെങ്കിലും. അപ്പം ഞാൻ എപ്പോഴും അവനെ സാധാരണ ചോറ് കഴിക്കാൻ ഞാൻ നിർബന്ധിക്കാറേ ഇല്ല. അവന് വേണ്ട, അവന് കഴിക്കത്തില്ല. കൈ ഇട്ടാൽ അവനത് വേസ്റ്റ് ആക്കും. അതിന് വരെ ഞാൻ തിന്നിട്ടിരിക്കുന്നത് ഞാൻ അതെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് വേസ്റ്റ് ബക്കറ്റും എല്ലാം ആണ് ഇങ്ങോട്ട് ഇങ്ങനെ ഡസ്റ്റ്ബിന്നിലോട്ട് ഡംപ് ചെയ്യാൻ. നമ്മുടെ വയർ അങ്ങനല്ല. അപ്പോൾ 7 മണിക്ക് നമ്മൾ ഫുഡ് കഴിച്ച് നിർത്തുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്ത് അസുഖങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. കാരണം എല്ലാ സെൽസിനും പ്രത്യേകം രാത്രിയിലൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ദാഹിച്ചിങ്ങനെ നിൽക്കുക, ഇപ്പം കിട്ടും ഫുഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ നമ്മളുടെ കൊഴുപ്പ്, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കൊഴുപ്പ്, ബാക്കിയുള്ള കാര്യങ്ങൾ, വയറൊക്കെ നമുക്ക് ചുട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എങ്ങനെ പോയാലും ഒരു 30 days കറക്റ്റായിട്ട് നിങ്ങളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് ഈ രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ഫോളോ ചെയ്ത് പോകാനും പറ്റും. നിങ്ങൾക്ക് അങ്ങോളം ഇത് ഫോളോ ചെയ്ത് പോകാനായിട്ടും പറ്റും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ട് ചെയ്യുക ഡോക്ടറെ. രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുക. മൂന്നാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്. നാലാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫുഡ് കൺട്രോൾ ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ടോ നമുക്ക് 80% മാത്രമേ നമ്മുടെ ശരീരത്തിന് അതിനുള്ള ഇത് കിട്ടത്തുള്ളൂ. നിങ്ങൾ മസ്റ്റായിട്ട് എക്സർസൈസ് ചെയ്യുക. ജിമ്മിൽ പോകണമെന്നല്ല കേട്ടോ. സാധാരണ ഒരു വീട്ടമ്മമാർക്കൊന്നും നമുക്ക് ജിമ്മിൽ പോകാനുള്ള ടൈം കിട്ടത്തില്ല. ചിലപ്പോൾ നമ്മളുടെ ഓരോരോ തിരക്കുകൾ കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് നടക്കാൻ പറ്റുമോ? നമ്മൾ നടക്കണം. നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ നടത്തിയല്ല. പക്ഷേ നിങ്ങൾ ഏർലി മോർണിംഗിൽ നിങ്ങൾക്ക് പറ്റുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 20 മിനിറ്റ് നടക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 20 മിനിറ്റ് നിങ്ങളുടെ ബോഡി നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ നിങ്ങൾ എക്സർസൈസ് ചെയ്യുക. നിങ്ങൾക്ക് ചില ആൾക്കാർ പറയും എനിക്ക് വേറെ എങ്ങും കുറയണ്ട, എൻ്റെ വയറ് മാത്രം ഒന്ന് കുറഞ്ഞാൽ മതിയെന്ന്. നിങ്ങൾക്ക് വയറ് മാത്രം കുറയാനാ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെല്ലിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ള് ബോഡി ആണെങ്കിൽ നിങ്ങൾ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുക. എല്ലാം ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്. അതിൻ്റെ കുറേ ലിങ്ക് കാര്യങ്ങൾ ഈസി ആയിട്ട്. ചില ആൾക്കാർക്ക് സ്റ്റാൻഡിങ് വർക്കൗട്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ സ്റ്റാൻഡിങ് വർക്കൗട്ട് ചെയ്തോ, ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ താഴെ കൊടുക്കാം. കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ ആപ്പിൽ പോയി കിടന്ന് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ ടൈം നോക്കി നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ വെക്കുക. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടില്ലായ്മ തോന്നും. ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ഖുറാൻ വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രസംഗങ്ങൾ വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് ഞാനിത് ചെയ്ത് കഴിയുമ്പോൾ 1 പ്രാവശ്യം ചെയ്ത് 2 പ്രാവശ്യം ചെയ്ത് 3 പ്രാവശ്യം ചെയ്ത് 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് ആ ടൈം എത്തുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ വരും എനിക്ക് വർക്കൗട്ട് ചെയ്യണം. ഞാൻ വർക്കൗട്ട് മുടങ്ങാറേ ഇല്ല. അതിനുള്ള റിസൾട്ട് കിട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരും. പിന്നെ മോർണിംഗിൽ നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗിൽ ചിലപ്പം നിങ്ങൾ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഈവനിങ്ങിൽ എൻ്റെ ഒരു ഇത് എത്രത്തോളം സയൻറ്റിഫിക്കലാണെന്നൊന്നും എനിക്കറിയത്തില്ല, ആ വശങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന ടൈമുണ്ടല്ലോ, ആ ടൈമിൽ നിങ്ങൾ എക്സർസൈസ് ചെയ്യുക. നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് കിടന്ന് എക്സർസൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു. പക്ഷെ നമ്മളുടെ ബോഡി അതുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ആവത്തില്ല. നമ്മളെ ബാക്കിലോട്ട് വലിക്കും. എനിക്ക് പറ്റുന്നില്ല.
നമ്മളെ ബാക്കിലോട്ട് വലിക്കും. പക്ഷേ നമ്മൾ കുറച്ച് ആക്റ്റീവായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ബോഡി അപ്പോഴത്തേക്ക് ഫ്ലെക്സിബിൾ ആവും, നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവും, നമ്മുടെ ബോഡി നല്ല ഇതാവും. ആ ഒരു ടൈമിൽ, ഒരു ഈവനിങ് ടൈമിൽ നിങ്ങൾ ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് മോർണിംഗ് ആയിരിക്കും, മോർണിംഗ് പേഴ്സൺസ് ഒക്കെ അവർ മോർണിംഗിലാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ജോലിക്ക് കൊണ്ടുവരൊക്കെ മോർണിംഗ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവർ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ചെയ്തോട്ടെ. ഞാൻ വീട്ടമ്മമാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം ചാടി കയറി നാളെ മുതൽ ഞാൻ എല്ലാം അങ്ങ് ചെയ്യും, ഞാൻ ഇന്ന് മുതൽ തുടങ്ങും, ഈ ത്വര എല്ലാവർക്കും ഉണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. പക്ഷെ കണ്ടിന്യൂ ചെയ്ത് പോകത്തില്ല. അപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അടിപൊളി റിസൾട്ട്. ചിയാ സീഡ് ഇട്ട വെള്ളം ഒരു ദിവസം ഒരു നേരം നിങ്ങൾ കുടിച്ചാൽ മതി കേട്ടോ. ചിയാ സീഡ് ഇട്ട വെള്ളം, അത് മോർണിംഗോ ഈവനിങ്ങോ പിന്നെ നൈറ്റോ എപ്പോഴാണെന്ന് വെച്ചാൽ. ചിയാ സീഡ് ഒരുപാടൊന്നും വാരി വലിച്ച് ഓരോ വീഡിയോയ്ക്കകത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് വാരി വലിച്ചിട്ട് അങ്ങോട്ട് ഇടരുത്. എന്ത് സാധനത്തിനും അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഉണ്ട്, എന്തൊരു സാധനത്തിനും. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റോ വർക്കൗട്ടോ കാര്യങ്ങളോ ഫുഡ് ഇൻടേക്കോ ഒന്നും ഇല്ലാതെ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ ഭയങ്കര വൃത്തികേടാവും. നമ്മുടെ ബോഡിയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ രീതിയിൽ എല്ലൊക്കെ തെളിഞ്ഞ് ഭയങ്കര വൃത്തികെട്ട രീതിയിലും ആവും. പുറത്തുനിന്നുള്ള അസുഖങ്ങൾ നമുക്ക് പിടിക്കും കേട്ടോ. അപ്പോഴേ ഇനി ചില ആൾക്കാരുടെ ഒരു സംശയമാണ്, ഞാൻ തടി കുറയ്ക്കുമ്പോൾ, ഞാൻ അങ്ങനെയാണ്, തടി കുറയ്ക്കുമ്പോൾ മൊത്തത്തിൽ തടി കുറയും, എൻ്റെ മുഖം ഭയങ്കര വൃത്തികേടാവും. ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വൃത്തിഹീനമാവും. അപ്പോൾ ഞാൻ അതിന് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് മസാജിങ്. എല്ലാ ദിവസവും ഫേസ് മസാജ് ചെയ്യും. വെളിച്ചെണ്ണ കൊണ്ടോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ കൊണ്ടോ, നിങ്ങൾക്ക് ഏത് ഓയിലാണ്, ഇനിയിപ്പം ബദാം ഓയിലോ ഏതെങ്കിലും ഓയിലുണ്ടെങ്കിൽ ആ ഓയിൽ വെച്ചിട്ട് ഫേസ് കുളിക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് നിർബന്ധമായിട്ടും മസാജ് ചെയ്ത് കൊടുത്താൽ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കും. നമ്മുടെ ഫേസിനൊരു തുടിപ്പ് വരും, ഒരു എന്താ പറയുന്നത്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ തടി കുറയ്ക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ പറയുന്ന ഇതല്ലയോ, മെലിഞ്ഞ മുഖമൊക്കെ എന്തൊരു വൃത്തികേടായി, അങ്ങനെ പറയും. അത് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാർ സ്നേഹത്തെ പറയുന്നതായിരിക്കും, മുഖം വൃത്തികേടായി കേട്ടോ, ഇനിയിപ്പോൾ തടി കുറയ്ക്കല്ലേ എന്ന് ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് പറയുന്നതായിരിക്കും. പക്ഷേ അത് നമ്മളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് തരുന്നത്. പിന്നെ നമ്മുടെ മൈൻഡ് അങ്ങ് ഡിസ്റ്റർബ് ആകും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചുറ്റുപാടും ഉള്ള ആൾക്കാർ പലതും നമ്മളെക്കുറിച്ച് പറയും തടി കുറയ്ക്കുമ്പം, അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, മെൻ്റലി ഫിസിക്കലി നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞത് കഴിഞ്ഞ് ഹാപ്പിനെസ്, ഞാൻ ഇന്ന് മുതൽ ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന് മുതൽ ഹാപ്പിനെസ് ആണ്, ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഇത് സാധിച്ചു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, നമ്മളുടെ ചുറ്റുപാടുകളെ നമ്മൾ വിശ്വസിക്കുക, നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളുടെ പ്രപഞ്ചത്തെ, നമ്മുടെ പ്രപഞ്ചത്തെ വിശ്വസിക്കണം. ഞാൻ അങ്ങനെയാണ്, ഞാനിത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേണം എന്തൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ ഡയറ്റിൽ ഫോളോ ചെയ്യുന്ന കുറേയധികം ഫുഡ് ഐറ്റങ്ങളുണ്ട് കേട്ടോ. ഇന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആ ഫുഡ് ഐറ്റത്തിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാല്ലാ വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യുമായിരിക്കും, ഈ രീതിയിൽ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മൈദയുടെ ഉപയോഗം നിങ്ങൾ പൂർണ്ണമായിട്ട് കുറയ്ക്കണം കേട്ടോ. ഗോതമ്പൊക്കെ ഒരു നേരം ആക്കുക. അതേപോലെ മില്ലറ്റ്സ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഓട്സ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഓട്സ് ഉണ്ട്, റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ്. ഈ 2 ഓട്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ. ഓട്സ് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഹെൽത്തിന് പ്രോബ്ലമോ കാര്യമൊന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും നല്ല സാധനമാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് ഓട്സ് ഉപയോഗിക്കാം. അതുപോലെ മിൽക്ക് ഉപയോഗിക്കുമ്പോൾ ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കുക. അങ്ങനെ ഫുഡിനകത്ത് കുറേ അധികം നമുക്ക് കാലറി എന്താ പറയുന്നത്, നമ്മളുടെ ശരീരത്തിലോട്ട് കടത്തിവിടേണ്ട കുറേ അധികം സംഭവങ്ങളുണ്ട്. അത് ആവശ്യത്തിൽ കൂടുതലായാലും കുഴപ്പമാണ്. ഇപ്പോൾ പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചിക്കൻ കഴിക്കുന്നത്, നമ്മളിപ്പോൾ ഡെയിലി ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് വാവെറുക്കും. എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഈ പ്രോട്ടീൻ കിട്ടുന്ന വേറെയുള്ള ഫുഡ് ഐറ്റങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും കേട്ടോ ശരീരത്തിന്. പിന്നെ എനിക്ക് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ളത് ഒരു ട്രിക്കുണ്ട് കേട്ടോ. എൻ്റെ വീട്ടമ്മമാർ, എന്നെ പോലെയുള്ള എൻ്റെ വീട്ടമ്മമാരോട് ഞാൻ ജെന്യൂനായിട്ട് പറയുകയാണ്, ഒരുപാട് ട്രിക്സ് ഉണ്ട് തടി കുറയ്ക്കാൻ, പക്ഷേ അതൊന്നും സ്ഥിരമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് തടി കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു മൈൻഡാണത്, നമ്മളുടെ ഒരു മനസ്സെങ്ങനെ ഇരിക്കുന്ന അതിനെ പോലെ ഇരിക്കുക. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾ മെഷർമെൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു 80 കിലോ ആയിരിക്കും. ആ 80 കിലോ തട്ടി കയറി എന്നാൽ അന്നത്തോടെ നിങ്ങൾ ആ വെയിറ്റ് നോക്കുന്ന മെഷീൻ അങ്ങോട്ട് മാറ്റി അങ്ങ് വെച്ചേക്കണേ. പിന്നെ ഏകദേശം 25-30 ദിവസം കഴിയാൻ നിങ്ങൾ ആ വെയിറ്റിംഗ് മെഷീനകത്ത് കയറി നിൽക്കാനേ പാടില്ല. ഒന്ന്. രണ്ടാമത്തത്,
നിങ്ങൾ ഈ വെയിറ്റ് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും ടൈറ്റുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹമുള്ള ഒരു ഡ്രസ്സ്, ഒരു ടോപ്പ് നിങ്ങൾ എടുത്തിടുക. നിങ്ങൾക്ക് നല്ല ടൈറ്റാണ്, കഴുത്തിൻ്റെ അടുത്ത് നിന്ന് പിടിച്ച് ആരെങ്കിലുമൊക്കെ കൊണ്ട് പിടിച്ച് താഴോട്ട് ഇടുക. അതൊരു പക്ഷേ ഒരു XXL സൈസ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ മൊബൈലിനകത്ത് സൂക്ഷിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ഫുഡ്, ഒരു കല്യാണ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിൻ്റെ പുറത്ത് മൊത്തം ഫുഡ് ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ബാക്കിലോട്ട് വലിക്കുന്ന എന്ത് സംഭവങ്ങളുണ്ട്, ജസ്റ്റ് ഫോണിൻ്റെ സ്ക്രീനിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ ഡ്രസ്സും ആ ഫോട്ടോയും ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പകുതി ജീവൻ താഴെ പോകും. പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അതൊരു ശരിക്കും പറഞ്ഞൊരു ട്രിക്കാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ആദ്യത്തെ ദിവസം എടുത്തിട്ടു, നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ടോപ്പ് ഒന്ന് എടുത്തിട്ട് നോക്കിയേ, 1 ഇഞ്ചെങ്കിലും നിങ്ങൾക്ക് ലൂസ് വരും. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യരുത്, ഒരു കാരണവശാലും വെയിറ്റ് ചെക്ക് ചെയ്യരുത്. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളുടെ വെയിറ്റ് അന്നേരം കുറയത്തില്ല. വെയിറ്റ് ലോസ് അല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ഫാറ്റാണ് നമുക്ക് ലോസ് ആവേണ്ടത്. ഫാറ്റ് ലോസ് വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ബോഡി ഒതുങ്ങത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സസൈസ് കൂടി ചെയ്യുമ്പോഴത്തേക്കും നല്ല ഷേപ്പാകും. ഏത് ഡ്രസ്സും ഇറങ്ങിപ്പോകും. ഇഷ്ടമുള്ള ഡ്രസ്സുകളെല്ലാം ഇടാം. നമുക്ക് എല്ലാ ഡ്രസ്സും എല്ലാ പ്രായത്തിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാത്ത നല്ല വസ്ത്രം നമുക്ക് ധരിക്കാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ എന്തിനാ 40 വയസ്സിലും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. ഇനിയിപ്പോൾ 50 വയസ്സിലും നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ ബോഡി ഷേമിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് തോന്നും, അത് സത്യം തന്നെയാണ്. നമ്മുടെ ശരീരം ബൾക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ടിരുന്ന് കഴിഞ്ഞാൽ, അതിന് ചേരാത്ത ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു വൃത്തികേടാ. അതിനിപ്പം കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർക്കും തോന്നും. അതിന് ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ 1 ഇഞ്ചെങ്കിലും ലൂസായ ജസ്റ്റ് ആ ചുരിദാർ പിടിക്കാതൊന്ന് ഇറങ്ങി വന്നു, പക്ഷെ ടൈറ്റ് ഉണ്ട്. വീണ്ടും 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അതൊന്ന് എടുത്തിട്ട് നോക്കണം. അപ്പോൾ എന്താ പറയുന്നത്, വീണ്ടും ഇത്തിരി ഒരു മാറ്റം ഉണ്ട്. കണ്ണാടിയുടെ മുമ്പിലൊന്ന് നോക്കുക, ടൈറ്റുള്ള ഡ്രസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തങ്ങോട്ട് ഇട്ടങ്ങോട്ട് നോക്കുക. അതിങ്ങനെ ലൂസായി കയറുന്നതനുസരിച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അത്യാവശ്യം നല്ലതുപോലെ കൂടും. സത്യം പറയുന്നത്, ഇത് ശരിക്കും ഉള്ള സംഭവമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക അങ്ങനെ കേട്ടോ. വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ്, ജിമ്മിൽ പോകുന്നവരൊക്കെ പൊക്കോട്ടെ, അവർ എന്തെങ്കിലുമൊക്കെ ഫിറ്റ്നസ് ട്രെയിനർമാരുടെ ഇടയിലൊക്കെ ചെയ്യുന്നവരൊക്കെ ചെയ്തിട്ടാണ്. നമ്മളതൊന്നും ചിന്തിക്കുക വേണ്ട. അപ്പോഴ് ആദ്യം മുതൽ ഞാൻ പറയുകയാണ്, സപ്ലിമെൻറ്റ്സ്, എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് മസ്റ്റായിട്ട് എടുക്കുക. എന്തിനെങ്കിലുമൊക്കെ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് നോക്കുക. ഷുഗർ കട്ട്, ഇന്ന് പോലെ നമ്മൾ ഷുഗർ കട്ട് നോക്കുക. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് മസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ടും ചെയ്യുക. എത്ര ഈസിയാണ്, ഇഷ്ടമുള്ള എല്ലാ ഫുഡും കഴിച്ചു വിടായോ, എത്ര ഈസിയാണ്. 20 മിനിറ്റ് വർക്കൗട്ട് ചെയ്തിടേ, വോക്ക് ചെയ്തൂടെ. എന്താ ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ വയ്യാതെ ചുമ്മാതെ 24 ഹവറും ഫോൺ നോക്കി ചെയ്യുന്ന ആൾക്കാരെ നോക്കി, അവർ തിന്നുന്നത് നോക്കി, ഫുഡ് വ്ളോഗിങ്ങും നോക്കി ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ കുറച്ച് സ്റ്റാറ്റസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോട്ടോയും ഒന്നും ഇടരുത്. ഒരു 20-25 ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ, സൂപ്പറായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളൊന്ന് സ്റ്റാറ്റസ് ഇട്ടേ. അപ്പോൾ വരും ആൾക്കാർ, എന്താ മാറ്റം, മോട്ടിവേഷൻ എന്താ മാറ്റം, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ പറഞ്ഞാൽ എന്താ കുളിക്കുവോ? ഇന്നുപോലെ ചെയ്യുമല്ലയോ? എല്ലാവരും ചെയ്യണം. വളരെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു തന്നെ. ഇനിയിപ്പോൾ എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി, ഇൻസ്റ്റ മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളിങ്ങനെ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ടുള്ള, ഭയങ്കര നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ പോകണ്ട. മനസ്സിലായോ? പക്ഷെ ചെയ്യുന്നത് കൊള്ളാം. 30 ദിവസം കഴിഞ്ഞിട്ട് 5 കിലോ കുറഞ്ഞു മതി എന്നും പറഞ്ഞിട്ട് നിർത്തി പോകരുത്. ഒരു കാര്യമില്ല കേട്ടോ. ലൈഫ് ലോങ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. XXL ഉണ്ടായിരുന്ന ഞാനിപ്പോഴും ലാർജ് കാക്കുവിൻ്റെ ഡ്രസ്സൊക്കെ ഇടുന്നത്. മനസ്സിലായോ? കാക്കുവിൻ്റെ ഡ്രസ്സ് ഇപ്പോൾ എനിക്ക് ചേരും. എനിക്കിഷ്ടമുള്ള ഡ്രസ്സെല്ലാം ഇടുന്നുണ്ട്. വൃത്തിയേടില്ല. തടി കൂടിയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഡ്രസ്സ് ഇടുമ്പോഴും എനിക്ക് സ്വന്തമായിട്ടൊരു കംഫർട്ടബിൾ ഫീലൊന്നും ഇല്ലായിരുന്നു. എന്താ അവിടെ ചടിയിരിക്കുന്നു, ഇവിടെ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊക്കെ ഒരുപാട് മാറി, ഒരുപാട് മാറ്റം വന്ന് നമ്മുടെ ഏജ് കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. മനസ്സിലായില്ല? നമ്മൾ കുറച്ച് എപ്പോഴാണെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കുക. നമുക്ക് ആരോഗ്യം വേണം. ഇനിയിപ്പം നിങ്ങൾ തടിയുള്ളൊരു വ്യക്തിയാണെന്ന് വെച്ചോ, നിങ്ങളുടെ മനസ്സ് ഒട്ടും അനുവദിക്കുന്നില്ല നിങ്ങൾക്ക് തടി കുറയ്ക്കാനായിട്ട്. നിങ്ങൾ ഫിസിക്കലി മെൻ്റലി, അതായത് ഹെൽത്ത് വൈസ് ഒക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങളെ തടിയുമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ ആരും ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് നല്ല വിൽ പവറുള്ള വ്യക്തിയായിരിക്കും. നിങ്ങൾ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? നെഗറ്റീവ് ചിന്തകളെ
അതിൻ്റെ വഴിക്ക് വിടുക. ഞാൻ എപ്പോഴും പറയത്തില്ല, നെഗറ്റീവ് തരുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക, അങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടങ്ങളിലേക്ക് ചെന്ന് പെടാനായിട്ട് ശ്രമിക്കുക. മനസ്സിലില്ലേ? എപ്പോഴും സാധിക്കാത്ത കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയത്തില്ല, നെഗറ്റീവ് ചിന്തയെന്ന് പറയുന്നതാണ് നമ്മളുടെ സമൂഹത്തെ, നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ രീതികളെയൊക്കെ നശിപ്പിച്ച് കളയുന്നത്. ചെയ്യാൻ പറ്റും. ഇപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്നെ ഈ കേൾക്കുന്ന വീട്ടമ്മമാരായ നിങ്ങൾക്കും, ചിലപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവർ, ചിലപ്പോൾ 50 വയസ്സ് കഴിഞ്ഞവരൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. നിങ്ങളെയൊക്കെ കൊണ്ട് പറ്റും. കഴിയുന്നത്ര ടാബ്ലറ്റ്സ്, അതായത് ഗുളികകളിൽ നിന്നും ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നും മുട്ടുവേദന, ഉറക്കമില്ലായ്മ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയുടെ വെയിറ്റ് കുറയുമ്പോൾ നമുക്ക് അനായാസേന നടക്കാൻ പറ്റും, നമുക്ക് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ള വെച്ചാൽ നമ്മുടെ ഉറക്കം. മസ്റ്റായിട്ട് നമ്മൾ ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ ഉറങ്ങാൻ കയറുന്ന റൂമിനകത്ത് നമ്മൾ മൊബൈൽ കൊണ്ടുപോകാതിരിക്കുക. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഞങ്ങൾ മൊബൈൽ കൊണ്ടുപോകത്തില്ല, പുറത്ത് കുത്തിയിട്ടിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരുന്ന അത്യാവശ്യം നിർത്താതടിക്കുന്ന മൊബൈൽ കോളുകൾ മാത്രമേ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അവരുറങ്ങുമായിരിക്കും, അവരെ വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്നുള്ളത്. അതിവിടെ ഇക്കാടെ ഒരു നിർബന്ധമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ പുറത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. റൂമിൽ അലാറം വെക്കും, രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് അലാറം സെറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ രാത്രിയിൽ നമ്മളുടെ അന്നത്തെ വിശേഷങ്ങൾ പറയാനും നമ്മളുടെ അന്നത്തെ രീതികൾ നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു ടൈമാക്കി എടുക്കുക രാത്രിയിൽ. മനസ്സിലായോ? നാളത്തേക്കുള്ള മെനു പ്രിപ്പയർ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ നാളുകളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലാതെ ഈ മൊബൈലിനകത്ത് 24 ഹവറും രാത്രി ഇരുന്നുകൊണ്ട് നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുത്തേ ഉള്ളൂ. നമുക്ക് ഒരുപാട് അസുഖങ്ങളിലോട്ട് നമ്മൾ പോകും. എന്തായാലും വീഡിയോ ഒരുപാട് ഇതായെന്ന് തോന്നി. ഇനി എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പൂർത്തിയാകാത്തതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്ന വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ തയ്യാറാണോ ആണെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം.